ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. IAEA ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വാണിംഗ് ആണ്. ഞങ്ങൾ IAEA ആണ്, ആറ്റോമിക് എനർജി ഏജൻസിയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് വന്ന് ആ ന്യൂക്ലിയർ സ്ഥാപനങ്ങൾ പരിശോധിക്കാനുള്ള പെർമിഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള മാർഗങ്ങൾ ഒരുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആക്ഷൻസ് വളരെ വളരെ ക്രൂരമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു യുദ്ധത്തിൻ്റെ ഒരു ത്രെട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ IAEA പറയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ IAEAയുടെ ഒരു ഇറാൻ്റെ സൈഡിൽ പറയുന്നത് മസൂദ് പെസസ്കിയാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് IAEA ഒരു സ്പൈ ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ സ്പൈ ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ എങ്ങനെയാണ് അകത്ത് വിടുന്നത്? അതാണ് IAEA കുറിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ IAEA അകത്ത് വിടില്ല എന്നാണ് ഇന്നും നിലപാടെടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും റഷ്യ തന്നെ ഇതിനെ എതിർത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇങ്ങനെ ന്യൂക്ലിയർ ഏജൻറ്റ്, അതായത് നിങ്ങൾ ഇങ്ങനെ ആഗോളതലത്തിലുള്ള ന്യൂക്ലിയർ ഏജൻസിക്ക് ഇങ്ങനെ തടഞ്ഞു വെക്കരുത്. കാരണം നിങ്ങളുടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ റഷ്യയ്ക്ക് തന്നെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായിട്ടുള്ള റഷ്യയ്ക്ക് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ലൂപ്പ് ഹോൾസ് ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് റഷ്യയുടെ ഉപദേശം. അപ്പോൾ അതുകൊണ്ട് ന്യൂക്ലിയർ ഡീലുമായിട്ട് സഹകരിക്കുക, സംസാരിക്കുക, IAEAയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്നാണ് ഉപദേശിച്ചിരിക്കുന്നത്. എന്നാലും ഇറാൻ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ ആയത്തുൽ ഖമനയെ എടുത്ത് ഇവർ യുദ്ധം നിർത്തിയതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. കാരണം ഡിസിഷൻ എടുത്തത് മസൂദ് പെസസ്കിയാനാണ്. പിന്നെ ആയത്തുൽ ഖമനയെ നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പല പത്രമാധ്യമങ്ങളും അടിച്ചിറക്കിയിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോഴാണ് ജസ്റ്റ് തലയും ചൊറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വി ഗോട്ട് എ സീസ് ഫയർ, ഞങ്ങൾ സീസ് ഫയർ ഒന്നാക്കിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് യുദ്ധം നിർത്തിയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അറിയിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരു സുപ്പീരിയറിൻ്റെ അടുത്ത് പോയിട്ട് പെർമിഷൻ മേടിച്ചിട്ടല്ല ഇത് സീസ് ഫയർ കൊണ്ടുവന്നത്. ഇതാണ് ആയത്തുൽ ഖമനയെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇറാൻ്റെ ഉള്ളിൽ. പല നിർണായക തീരുമാനങ്ങളും ആയത്തുൽ ഖമനയെ എടുക്കുന്നില്ല. ഫുൾ ടൈം റെസ്റ്റിലാണ് ഇപ്പോൾ. വളരെ പീസ്ഫുള്ളായിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം. പുറത്ത് വന്നു കഴിഞ്ഞാൽ മൊസാദ് തട്ടുമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് തന്നെ ആയത്തുൽ ഖമനയെ ഇസ്രായേൽ ഗഡ്സ് എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ച് തുരങ്കത്തിനകത്ത് തന്നെ ഇരുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ആയത്തുൽ ഖമനയെ ടാർഗറ്റിലില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് പുറത്തു വരാമല്ലോ. ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആയത്തുൽ ഖമനയ്ക്ക് ഈ ടണലിൻ്റെ ഉള്ളിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരേ ഒരു പോംവഴി. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഇസ്രായേൽ ഓൾറെഡി ഇറാൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ, എവിഡൻസുകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. മൊസാദ് ഇറാൻ ഫുൾ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. റെജീം ചേഞ്ച്, ഞാൻ ഇറാൻ തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് റെജീം ചേഞ്ചിനെ കുറിച്ചാണ്. ആ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ ഇട്ടത് നമ്മളാണ്. ഇൻസൈറ്റ്സ് മലയാളമാണ് ആ വീഡിയോ ആദ്യമേ ഇട്ടത്. പിന്നെ ചില ആൾക്കാർ കമ്പനിയിലൊക്കെ കണ്ടിട്ട് വന്നിട്ട് വളരെ വികാരഭരിതരായിട്ട് കമൻ്റൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. വീഡിയോ ഫുള്ള് കണ്ടിട്ട് എന്താണ് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് കമൻ്റ് എഴുതുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇറാൻ തീർന്നു പറഞ്ഞാൽ ഇറാൻ തീർന്നു തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടു നോക്കൂ, എത്ര പേരാണ് നിരനിരയായിട്ട്, എത്ര പേരുടെ മൃതശരീരങ്ങളാണ് റാലിയായിട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കൂ. ഇതെല്ലാം ഇറാൻ തീർന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇറാൻ തീർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെയല്ലല്ലോ പോവേണ്ടത്. ശരിക്കും ഈ ഒരു കാഴ്ച ഇസ്രായേലിൻ്റെ ഉള്ളിലാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഡയലോഗും ഇതൊന്നും വേണ്ട. വളരെ വ്യക്തമായിട്ട് അറിയാം എവിടെയാണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടായെന്നുള്ളത്. പിന്നെ ഇസ്രായേലിനുള്ളിൽ നഷ്ടമുണ്ടായിട്ടുണ്ടോ ലാഭമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല. ഇസ്രായേലിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ തീരാത്ത തീവ്രവാദമാണ്. ഈ തീവ്രവാദം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ലോസ്, ഇൻഫ്രാസ്ട്രക്ചർ ലോസ് ഒന്നുമല്ല. ഇസ്രായേലിൽ ഉണ്ടായ ലോസ്, ഏറ്റവും വലിയ ലോസ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7 സംഭവിച്ച ആ ഒരു 1200 പേരെ വന്ന് വീട്ടിൽ ഉറങ്ങിക്കൊണ്ട് കിടന്ന ആൾക്കാരെ കൊലപ്പെടുത്തിയതും 250 ആൾക്കാരെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയതും. അതാണ് ഇസ്രായേലിൽ ഈ ഇടയ്ക്കുണ്ടായ ഏറ്റവും വലിയ ലോസ്. അല്ലാതെ യൂണിവേഴ്സിറ്റിയിൽ ബോംബ് വീണതോ, അല്ലെങ്കിൽ പവർ സ്റ്റേഷനിൽ ബോംബ് വീണതോ, അല്ലാന്നുണ്ടെങ്കിൽ 2-3 ബിൽഡിങ്ങുകളിൽ ബോംബ് വീണതോ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ വീടുകൾ നഷ്ടപ്പെട്ട് അവരെ സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിൽ ഇസ്രായേൽ പാർപ്പിച്ചിരിക്കുന്നതോ, അതല്ല ഇസ്രായേലിനുണ്ടായ നഷ്ടം. അവിടെ ആരും ബീച്ചിലല്ല കിടന്നുറങ്ങുന്നത്. അവിടെ എല്ലാം വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നഷ്ടം ആ രീതിയിലല്ല കണക്കാക്കേണ്ടത്. 1948 മുതലല്ല, അതിന് മുമ്പ് തൊട്ടേ ഇസ്രായേൽ ഈ രീതിയിൽ പൊരുതി തന്നെയാണ് ജീവിക്കുന്നത്. 1948 മുതൽ ഒഫീഷ്യലി അവർക്കൊരു സ്റ്റേറ്റ് കിട്ടിയിട്ടും അവർക്കതിനെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെട്ട് ഈ തീവ്രവാദികളുടെ അടുത്ത് നിന്ന് അവരുടെ ജനതയെ സംരക്ഷിച്ചാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ നഷ്ടം വേറെ രീതിയിലാണ് കണക്കാക്കേണ്ടത്. അല്ലാതെ ഈ രീതിയിൽ എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നത് ഇസ്രായേലിൻ്റെ നഷ്ടമല്ല. അവർക്ക് ധാരാളം ഫണ്ടുണ്ട്. അത് ജൂവിഷ് സോവറിൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പല കമ്പനികളും, പല ഗ്ലോബൽ കമ്പനികളും ചലിക്കുന്നത് ഇസ്രായേലിൻ്റെ ഫണ്ടിങ്ങിലാണ്. അതിൽ നിന്ന് ഒരുപാട് ഡിവിഡൻറ്റ് മന്ത്ലി അവർക്ക് വന്ന് പണം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന് ഫണ്ടിങ്ങിന് ഒരു കുഴപ്പമില്ല. അവർ അതിനുള്ള സിസ്റ്റം വളരെ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഇസ്രായേലിൻ്റെ നഷ്ടക്കണക്കെടുക്കുന്നവർക്ക് അതൊരു തിരിച്ചടിയാവും. ഈ ലോകത്ത് നടക്കുന്ന പല കമ്പനികൾ, ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളും ആരുടെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. ഈ ചെറിയ രീതിയിലുള്ള നഷ്ടം ഇസ്രായേലിനെ ഒരു രീതിയിലും അലട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ഇപ്പോൾ ഈ ബോംബ് വന്ന് വീണ് വീടുകൾ നഷ്ടപ്പെട്ടു. അത് അത്ര ഭീമമായ ഒരു നഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇസ്രായേലികൾക്ക് വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഷെൽട്ടർ കമ്മിറ്റി ഉണ്ട്, അത് റീസെറ്റിൽമെന്റ് മിനിസ്ട്രി ഉണ്ട്. ഈ റീസെറ്റിൽമെന്റ് മിനിസ്ട്രി ആ കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ അത് സെറ്റിലാക്കി കൊടുക്കും.
കാരണം നിരന്തരം ഇങ്ങനെ റോക്കറ്റുകളും അതും ഇതൊക്കെ വീണ് അവിടെ വീടുകൾ നശിക്കാറുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനം ഇറാനെ വീണ്ടും അടിക്കണം എന്നാണ്. രണ്ടാമത് അമേരിക്കയുടെ തീരുമാനം ഇറാനെ ഇനി അടിക്കേണ്ട എന്നാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം നിർത്തിയ സമയത്ത് ചൈനയുടെ പേര് കൊണ്ടുവന്നു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ ട്രംപ്, നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ചൈനയ്ക്ക് ഓയിൽ മേടിക്കാനുള്ള പ്രൊമോഷൻ നടത്തുന്നത് ഇറാന് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ട്രംപ് പറഞ്ഞത്, ആ രാജ്യം പല രീതിയിലും ഇങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഡെമോളിഷ് ആയി കിടക്കുന്ന ഒരു സാഹചര്യമാണ്, അവർക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട്, ഇത്രയും നാളും സാങ്ഷനിലൂടെ കടന്നുപോയതാണ്, അപ്പോൾ ആ ജനങ്ങൾക്ക് ഒരു നല്ല കാര്യമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു 6 ബില്യണോളം ഇറാന് കൊടുക്കാനുള്ള പൈസ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ പക്കൽ, അതങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ 30 ബില്യൺ അഡീഷണൽ കൊടുക്കാം. ഈ ന്യൂക്ലിയർ ഫെസിലിറ്റിയൊക്കെ ഞങ്ങൾ അറ്റാക്ക് ചെയ്താണല്ലോ, അതിൻ്റെ കോമ്പൻസേഷനായിട്ട് ഞാനൊരു 30 ബില്യൺ കൊടുക്കാം. ഇത് ട്രംപ് പറഞ്ഞാണ് കേട്ടോ. 30 ബില്യൺ അങ്ങോട്ട് കൊടുക്കാം. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ 408 കിലോ യുറേനിയം ഇല്ലേ, അതങ്ങ് റിട്ടേൺ ചെയ്യുക. ഇതാണ് സംഭവം, മനസ്സിലായോ? അതായത് ഈ 408 കിലോഗ്രാം യുറേനിയം ട്രംപ് എടുത്തിട്ട് അത് കുറച്ച് പൈസ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് മീൻസ് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ എടുത്തിട്ട് കാര്യമൊന്നുമില്ല, അമേരിക്ക ആയിരിക്കും അത് എടുക്കുന്നത്. അപ്പോൾ അമേരിക്ക ഈ രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷേ ഇത് കൊടുക്കാൻ ഇറാൻ തയ്യാറാവില്ല. പിന്നെ ഒരുപാട് കോൺസ്പിറസി തിയറികൾ, അതായത് ഇറാൻ ഈ യുറേനിയം നോർത്ത് കൊറിയയിലേക്ക് മാറ്റി, റഷ്യയിലേക്ക് മാറ്റി, ചൈനയിലേക്ക് മാറ്റിയിട്ടുണ്ടാവാം എന്നുള്ള ഇതിൽ പല കോൺസ്പിറസി തിയറികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഇറാനിൽ തന്നെയുണ്ട്. ഇറാൻ അവർ എൻറിച്ച് ചെയ്ത യുറേനിയം നോർത്ത് കൊറിയയ്ക്കോ റഷ്യയ്ക്കോ ചൈനയ്ക്കോ കൊടുക്കാൻ മാത്രം വിഡ്ഢികളല്ല. അതുകൊണ്ട് അവരത് കൊടുക്കത്തില്ല. അത് അവർ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നായിരുന്നു. ആ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് മൊസാദിന്റെ പ്രസൻസ് ഇറാനുള്ളിൽ പൂർണ്ണമായി നിലനിർത്തുക. പിന്നെ അവർക്ക് ഏതെങ്കിലും ഒരു ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമായി അവർ തയ്യാറാക്കുന്നെങ്കിൽ അതിന് അവരെ റെഡി ആവാൻ വിടരുത്. ഇറാന്റെ എയർ സ്പേസ് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഏത് സമയത്തും ഓപ്പൺ ആയിരിക്കണം എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. ഇതൊക്കെ ഇസ്രായേൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് വളരെ നിർണായകമായിട്ടുള്ള പോയിന്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചൈന HQ-19 കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാന്. അതുപോലെ 40 J-10 കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 40 J-10 വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഇസ്രായേലുമായിട്ട് ഇറാനുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത് വരാനും പിന്നെ എയർ റീഫ്യൂവലിംഗ് സിസ്റ്റം ഒക്കെ റെഡിയാക്കി ഇസ്രായേലിന്റെ എയർ സ്പേസിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യാന്നുള്ളത് നിസ്സാര കാര്യമല്ല, അതും ഈ J-10 വെച്ചുകൊണ്ട്. എന്നാൽ 40 J-10 കൊടുക്കാമെന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചൈനയുടെ ആ ഒരു ഉദാര മനസ്സിന് പിന്നെ ഇറാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രൊക്യൂർമെന്റ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചൈനയുടെ ഒരു പ്രഷർ കൊണ്ടാണ് ഈ യുദ്ധം നിന്നത്. കാരണം ചൈന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ചൈന ഓയിൽ മേടിക്കൂ, ഞങ്ങളുടെ അടുത്ത് മേടിക്കൂ എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് ട്രംപ്. അത് വേറൊരു വലിയ സ്റ്റോറിയാണ്. കാരണം അമേരിക്കയിൽ ഉണ്ടാകുന്ന എക്കണോമിക് ക്രാക്ക് ഡൗൺ അവിടെ വരുന്നുണ്ട്. എക്കണോമിക്ക് ശരിയല്ല അമേരിക്കയുടെ ഉള്ളിൽ. അമേരിക്കയുടെ എക്കോണമി പലരും ഇവിടെ നമ്മൾ വാർത്ത പറയുമ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് ഇന്ന ഇൻവെസ്റ്റ്മെന്റ് വന്ന് അത് വന്ന് ഇത് വന്നൊക്കെ പറയാം. UAE 1.4 ട്രില്യൺ, സൗദി അറേബ്യ 1 ട്രില്യൺ. ഇതൊക്കെ ഓൾറെഡി അമേരിക്കയിൽ പോയ പൈസയൊന്നുമില്ല. ഇത് ജസ്റ്റ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നതാണ്. അവർ ഗ്രാജുവലി ഇത്ര വർഷത്തിനുള്ളിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തും എന്നുള്ളൊരു വിൻഡോയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇതൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് രാജ്യങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു, ഇത്ര ഇൻവെസ്റ്റ്മെന്റ് കിട്ടി എന്നിങ്ങനെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ അമേരിക്ക അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും അമേരിക്കയുടെ ഉള്ളിലേക്ക് കൂടുതൽ ട്രസ്റ്റും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും പോകും. ഇതൊക്കെ മാർക്കറ്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ രീതിയിലാണ് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ. അല്ലാതെ ഇപ്പോൾ ഉടനെ തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ ഉടനെ ചെന്ന് അവിടെ 1 ട്രില്യൺ അങ്ങ് എടുത്ത് കൊടുത്തതല്ല, ജസ്റ്റ് ബ്ലാങ്ക് ചെക്ക് എടുത്ത് അങ്ങ് ഒപ്പിട്ട് കൊടുത്തതല്ല. അമേരിക്കയുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ക്രൈസിസ് വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ട്രംപ് കാണിച്ചു വെച്ച ഈ മണ്ടത്തരം ആ താരിഫ് ഇമ്പാക്ട് ഉണ്ടാവാനിരിക്കുന്നേ ഉള്ളൂ. അതിനെ പേടിച്ചിട്ട് തന്നെയാണ് ട്രംപ് ചൈനയുമായിട്ട് ഈ ഒരു ഡീലിലേക്ക് എത്തുന്നത്. എല്ലാ യുദ്ധങ്ങളും ഞാനൊരു കമന്റ് വായിക്കേണ്ടായി, ട്രംപിന്റെ യുദ്ധങ്ങളും ഒരു ഡീലിലാണ് അവസാനിക്കുന്നത്. കാരണം ട്രംപിന് ഡീൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് ആണല്ലോ, അപ്പോൾ എപ്പോഴും ഡീലാണ്. അമേരിക്കയുടെ ഒരു എക്കണോമിക് വ്യവസ്ഥ അനുസരിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ട് ചേർന്ന് ഇറാനെതിരെ ഒരു യുദ്ധത്തിന് പോകുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള താക്കീത്, വാണിംഗ്, മുന്നറിയിപ്പ് പല സെനറ്റേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെനറ്റിൽ ട്രംപിന്റെ പോളിസികൾക്കും ട്രംപിന്റെ നയങ്ങൾക്കും ഒരു തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ട്രംപ് ഈ ഒരു നിലപാടെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് അമേരിക്കയിലുള്ള എക്കണോമിക് സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മളുടെ സെക്കൻഡ് ചാനലിൽ വരുന്നതായിരിക്കും. ലെബനാന്റെ ഉള്ളിൽ താറുമാറായിട്ട് ഇസ്രായേൽ കയറി ആക്രമണം എന്ന് പറഞ്ഞാൽ ചെറിയ ആക്രമണമൊന്നുമില്ല, കാര്യം വേറെ ഒന്നുമില്ല. നഈം കാസിം എന്ന് പറഞ്ഞ ഹിസ്ബുള്ളയുടെ നേതാവ് ഇന്നലെ ഭയങ്കരമായിട്ടുള്ള സ്പീച്ച്. അത് ലെബനാൻ മിണ്ടിയില്ലല്ലോ. ലെബനാൻ ഈ ഒരു യുദ്ധം ഉടനീളം നടക്കുമ്പോഴത്തേക്കും ഒരു അനക്കം ഇല്ലാതിരുന്ന ഒരു നാടാണ് ലെബനാനിലുള്ള ഹിസ്ബുള്ള ടീമുകൾ. ഇതെല്ലാം ഇറാന്റെ പ്രോക്സികളാണ്. അപ്പോൾ ആ രീതിയിൽ അവർ ഇന്നലെ ഒരു മീറ്റിംഗ് നടത്തി. ഭയങ്കര പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇറാൻ അതിശക്തമായ രീതിയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തീർന്നതേ ഉള്ളൂ. ആ മീറ്റിംഗ് നടന്ന് അടുത്തൊരു 5 മിനിറ്റിൽ ഇസ്രായേൽ ചറപറ തുടങ്ങി. ചറപറ എന്ന് പറഞ്ഞാൽ ലെബനാൻ മൊത്തം തൂത്തുപറക്കി അടിയോടടി എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള അറ്റാക്ക്. ഞാൻ വേണമെങ്കിൽ ഫുട്ടേജസ് ഇവിടെ ഷെയർ ചെയ്യാം.
ആ രീതിയിലുള്ള അറ്റാക്കിൽ കടുത്ത ആക്രമണം എല്ലാം തന്നെ ആയുധ ശേഖരങ്ങൾ, റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള സാമഗ്രികളൊക്കെ അവർ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലാസ്റ്റ് മൊമെന്റിൽ, അതായത് കുറച്ച് ആയുധങ്ങൾ അവരുടെ അടുത്തുള്ളൂ, ആ ആയുധങ്ങൾ ഇറാനുമായിട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇറാനെ സഹായിക്കേണ്ട ഒരു കമാൻഡ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ആ റോക്കറ്റൊക്കെ വിടാൻ വേണ്ടിയിട്ട് ലോഞ്ചറിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇസ്രായേൽ ചെന്ന് അടിച്ച് തകർത്ത് കളഞ്ഞത്. അങ്ങനെയാണ് IDF പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ലെബനാന്റെ ഉള്ളിൽ ആക്രമണം നടത്തിയിട്ട് ലെബനാനിന് അമേരിക്കയെ വെച്ചിട്ട് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. വാണിംഗ് തന്നെ ലെബനാന്റെ സർക്കാർ ആവോണില്ലേ, ജോസഫ് ആവോൻ അല്ല, ഈ ജോസഫ് ആവോനെ അനുകൂലിക്കുന്ന ലെബനാനിലുള്ള കുറേ പാർട്ടി നേതാക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹെസ്ബുള്ള നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങളൊക്കെ എടുത്ത് കെട്ടിപ്പറക്കിക്കൊണ്ട് നിങ്ങൾ ഇറാനിലേക്ക് പോകും, കാരണം ഇറാൻ നിങ്ങളെ വെൽക്കം ചെയ്യാൻ തയ്യാറാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ കിടന്ന് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഈ ലെബനാൻ വിട്ട് പോകണമെന്ന് ലെബനാന്റെ ഗവൺമെന്റിൽ നിന്നും ഹെസ്ബുള്ളയ്ക്ക് ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശം ഹെസ്ബുള്ള സ്വീകരിക്കില്ല ഒരിക്കലും, കാരണം ലെബനാനിൽ നിന്ന് മടങ്ങി പോകാന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ മടങ്ങിപ്പോയെന്നില്ല. പക്ഷെ അവർ മടങ്ങി പോവാത്ത പക്ഷം ഇസ്രായേൽ അവരെ അടിച്ച് തീർത്ത് തൊലയ്ക്കും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.